ഓം നമോ ഭഗവതേ വാസുദേവായ. 43-ാം ദശകം ആരംഭിക്കുകയാണ്. നാരായണീയത്തില് തൃണാവർത്തൻ എന്ന അസുരന്റെ കഥയാണ് നമ്മളിതിൽ പറയാൻ പോകുന്നത്. ത്വമേകദാ ഗുരുമരുത്പുരനാഥ ബോധം ഗാഠാതിരൂഢഗരിമാണമപാരയന്തി മാതാ നിധായ ശയനേ കിമിദം വദേതി ധ്യായന്ത്യജ്യേഷ്ഠത ഗൃഹേഷു നിവിഷ്ടശങ്കാ. തൃണാവർത്തൻ എന്ന അസുരനെ കുറിച്ചാണ് ഈ ദശകത്തിൽ നാം പറയാൻ പോകുന്നത്. ഒരു ദിവസം യശോദ ഉണ്ണിക്കണ്ണനെ എടുത്ത് നടക്കുമ്പോൾ കുഞ്ഞിന് ഭാരം കൂടുന്നതായി തോന്നി. അല്പസമയം കൊണ്ട് ഭാരം കൂടിക്കൂടി വന്നു. ഭാരം താങ്ങാനാവാതെ യശോദ കുഞ്ഞിനെ കിടക്കയിൽ താഴെ കിടത്തി. എന്താണിങ്ങനെ എന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ മറ്റ് വീട്ടുജോലികളിൽ ഏർപ്പെട്ടു. ജോലി ചെയ്യുമ്പോഴും യശോദ കുഞ്ഞിനെ കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത്. നമുക്കും ഇത് അനുകരിക്കാവുന്നതാണ്. ജീവിതത്തിൽ മനുഷ്യർക്ക് ഒരുപാട് കാര്യങ്ങൾ ഓരോ ദിവസവും ചെയ്യാനുണ്ടാവും. അവയൊന്നും ഒഴിവാക്കേണ്ടതില്ല. തങ്ങളുടെ ജോലികളിൽ ഏർപ്പെടുമ്പോഴും മനസ്സ് ഭഗവാനിൽ തന്നെ ഉറച്ചിരിക്കാനുള്ള ഒരു അഭ്യാസം ആർക്കും നേടാവുന്നതാണ്. ഒരു ഭക്തന്റെ മനസ്സ് എല്ലായ്പ്പോഴും ഭഗവാനിൽ തന്നെ ആയിരിക്കും. ത്വമേകദാ ഗുരുമരുത്പുരനാഥ ബോധം ഗാഠാതിരൂഢ ഗരിമാണമപാരയന്തി മാതാ നിധായ ശയനേ കിമിദം വദേതി ധ്യായന്ത്യജ്യേഷ്ഠത ഗൃഹേഷു നിവിഷ്ടശങ്കാ. ഉണ്ണിക്കണ്ണനെ വധിക്കാൻ കാറ്റിന്റെ രൂപത്തിൽ വന്ന ഒരു അസുരനാണ് തൃണാവർത്തൻ. താപദ്വിദൂരമുപകർണിത ഘോരഘോഷ വ്യാജ്രം പിപാംസു പടലീ പരിപൂരിതാശഃ വാത്യാ ബഭുസ്സഖില ദൈത്യവരസ്തത് തൃണാവർത്താഖ്യോ ജഹാര ജനമാനസ ഹരിണം ത്വം. മകനെ താഴെ കിടത്തിയിട്ട് യശോദ വീട്ടുജോലികളിൽ ഏർപ്പെട്ടു. അപ്പോൾ അതിഭയങ്കരമായ കൊടുങ്കാറ്റുണ്ടായി. വളരെ അകലെ കേൾക്കുന്ന രീതിയിൽ ഉച്ചത്തിലുള്ളതും ഭയപ്പെടുത്തുന്നതുമായ ഒരു ശബ്ദം. ആ ശബ്ദത്തോടൊപ്പം ആ പ്രദേശമാകെ പൊടിപടലം കൊണ്ട് നിറഞ്ഞു. ഇതൊക്കെ പ്രകൃതിയിൽ സ്വാഭാവികമായി ഉണ്ടായതല്ല, മറിച്ച് തൃണാവർത്തൻ എന്ന അസുരൻ കൊടുങ്കാറ്റിന്റെ രൂപത്തിൽ വന്നതായിരുന്നു ഉണ്ണിക്കണ്ണനെ വധിക്കാൻ. ഉണ്ണിക്കണ്ണനെ അപഹരിച്ച് വധിക്കാനുള്ള പുറപ്പാടായിരുന്നു ആ ദൈത്യന്റെ. എല്ലാ ജനങ്ങളുടെയും മനസ്സിനെ ഹരിക്കുന്ന ഭഗവാനെ തൃണാവർത്തൻ എന്ന രാക്ഷസൻ കൊടുങ്കാറ്റായി വന്ന് അപഹരിച്ചു കൊണ്ടുപോയി. താവത് വിദൂരമുപകർണിത ഘോരഘോഷ വ്യാജ്രം പിപാംസു പടലീ പരിപൂരിതാശ വാത്യാബുസ്സഖില ദൈത്യവര തൃണാവർത്താഖ്യോ ജഹാര ജനമാനസ ഹരിണം ത്വം. പിന്നീട് എന്താണ് ഉണ്ടായത്? 43-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകം. ഉത്താമപാംസു തിമിരാഹത ദൃഷ്ടിപാദേ ദ്രഷ്ടും കിമപ്യകുശലേ പശുപാലലോകേ ഹാ ബാലകസ്യ കിമിതി ത്വദുപാന്ത മാതാ ഭവന്തമവിലോക്യ വൃശം രുരോധ.
ഭയങ്കരമായ ശബ്ദവും ദിക്കുകളെല്ലാം മറച്ചുകൊണ്ട് ഇളകിപ്പൊങ്ങിയ പൊടിപടലവും കൊണ്ട് ഗോപന്മാരും ഗോപികമാരും പരിഭ്രമിച്ചു. ഒന്നും കാണാനാകാതെ ഉഴലുന്നതിനിടയിൽ യശോദ കുഞ്ഞിനെ കിടത്തിയ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി. ഈ കൊടുങ്കാറ്റിനിടയിൽ തൻ്റെ മകനെ എന്തു പറ്റി എന്ന ആവലാതിയോടെ, എന്നാൽ കുഞ്ഞിനെ കിടത്തിയ സ്ഥലത്ത് എത്തിയ അമ്മ യശോദ കണ്ണനെ കാണാതെ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ഏതൊരമ്മയ്ക്കും ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണിതല്ലേ. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അമ്മമാരുടെ മനസ്സിൽ എന്നും തീയാണ്. അവിടെ കിടത്തിയിട്ട് പോയതാണ്. വലിയ കൊടുങ്കാറ്റും പൊടിയൊക്കെ വരുമ്പോൾ കുട്ടി എവിടെ എന്നുള്ള ചിന്തയാണ് നമുക്ക് ആദ്യം വരിക. യശോദയും അത് തന്നെയാണ് ചെയ്തത്. പക്ഷേ കിടത്തിയ സ്ഥലത്ത് കുഞ്ഞിനെ കണ്ടില്ല. ഉദ്ദാമപാം സുതിമിരാഹത ദൃഷ്ടിപാദേ ദ്രഷ്ടം കിമപ്യകുശലേ പശുപാലലോകേ ഹാ ബാലകസ്യ കിമിതി ത്വദുപാന്തമാത്താ മാതാ ഭവന്തമവിലോക്യ ദൃശം രുരോദ. 43-ാം ദശകത്തിലെ 4-ാമത്തെ ശ്ലോകമാണ് ഇന്ന്. ഭാരം താങ്ങാനാവാതെ അസുരൻ എന്ത് ചെയ്തു എന്നാണ് ഇതിൽ പറയുന്നത്. താവത്സദാനവരോപി ചദീനമൂർത്തിർഭാവത്ക ഭാരപരിധാരണലൂനവേഗ സങ്കോചമാപതനു ക്ഷതപാംസു ഘോഷേ ഘോഷേ വിദായത ഭവജ്ജനനീനിനാദഃ. തൃണാവർത്തൻ കൊടുങ്കാറ്റായി വന്ന് ഭഗവാനെ എടുത്തുകൊണ്ട് ആകാശത്തേക്ക് ഉയർന്നു. ആകാശത്തേക്ക് ഉയർന്ന പിന്നെ കുട്ടി എങ്ങനെ കാണും? കുഞ്ഞിനെ കാണാതെ യശോദ ഉച്ചത്തിൽ കരഞ്ഞു. ഭയങ്കര ശബ്ദവും പൊടിപടലവും കൊണ്ട് നിറഞ്ഞ അന്തരീക്ഷത്തിൽ യശോദയുടെ കരച്ചിൽ ആരും തന്നെ കേട്ടില്ല. ഭഗവാന്റെ ഭാരം കൂടി വന്നതിനാൽ അസുരനും അത് താങ്ങാനായില്ല. അങ്ങനെ തൃണാവർത്തൻ തളർന്നു. അപ്പോൾ കാറ്റിൻ്റെ ശക്തിയും പൊടിപടലവും എല്ലാം ക്ഷയിച്ചു. എല്ലാം കാണാനും കേൾക്കാനും കഴിയുമെന്നായി. അപ്പോൾ യശോദയുടെ കരച്ചിൽ മാത്രം എല്ലാവർക്കും കേൾക്കാൻ സാധിച്ചു. താപത്സദാനവരോപീച ദീനമൂർത്തിർ ഭാവത്കഭാരപരിധാരണ ലൂനവേഗഃ സങ്കോചമാപതനു ക്ഷതപാംസു ഘോഷേ ഘോഷേ വിദായത ഭവജ്ജനനീനിനാദ. രോദോപകർണന വശാദുപഗമ്യ ഗേഹം ക്രന്ദൽ സുനന്ദമുഖ ഗോപകുലേഷു ദീനഃ ത്വാം ദാനവ സ്ത്വഖിലമുക്തികരം മുമുക്ഷുസ്ത്വയ്യ പ്രമുഞ്ജതി പപാദവിയത് പ്രദേശാത്. യശോദയുടെ കരച്ചിൽ കേട്ട് നന്ദഗോപനും മറ്റു ഗോപന്മാരും ഗോപികമാരും എല്ലാം ഓടി വന്നു. കുഞ്ഞിനെ കാണാതെ യശോദയോടൊപ്പം അവരും കരയാൻ തുടങ്ങി. ഈ സമയത്ത് കുഞ്ഞിനെയും കൊണ്ട് ആകാശത്തേക്ക് ഉയർന്ന തൃണാവർത്തൻ ഭഗവാന്റെ ഭാരം കാരണം കുഞ്ഞിനെ താഴത്തേക്ക് ഇടാൻ ശ്രമിച്ചു. പക്ഷേ ഭഗവാനുണ്ടോ വിടുന്നു. അവന്റെ കഴുത്തിന് മുറുകെ പിടിച്ചു. പിടി വിടുവിക്കാൻ ദൈത്യന് കഴിഞ്ഞില്ല. ഭഗവാന്റെ പിടി മുറുകിയപ്പോൾ അവശനായ ദൈത്യൻ ആകാശത്തു നിന്നും താഴേക്ക് വീണു. എല്ലാവരെയും ജനന മരണങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന ഭഗവാനെ മോചിപ്പിക്കാൻ ആ ദൈത്യന് കഴിയുമോ? ഇല്ല തന്നെ. രോദോപകർണനവശാദുപഗമ്യ ഗേഹം ക്രന്ദൽ സുനന്ദമുഖ ഗോപകുലേഷു ദീനഃ ത്വാം ദാനവസ്ത്വഖില മുക്തികരം മുമുക്ഷു ത്വയ്യ പ്രമുഞ്ജതി പപാദ വിയത് പ്രദേശാത്.
43-ാം ദശകത്തിലെ 6-ാമത്തെ ശ്ലോകം. രോദാകുലാസ്തദനു ഗോപഗണ ബഹിഷ്ടപാഷാണ പൃഷ്ഠഭുവി ദേഹമതിഷ്ടവിഷ്ടം പ്രൈച്ഛന്ത ഹന്ത നിബദന്തമമുഷ്യ വക്ഷസ്യ ക്ഷീണമേവ ച ഭവന്തമലം അസന്തം. യശോദയുടെ നിലവിളി കേട്ട് ഓടി വന്ന നന്ദഗോപനും ഗോപന്മാരും ഗോപികമാരും എല്ലാം കുഞ്ഞിനെ കാണാനില്ലെന്ന് അറിഞ്ഞപ്പോൾ കൂടെ കരഞ്ഞു. അവർക്ക് കരയാനേ കഴിഞ്ഞുള്ളൂ. കൊടുങ്കാറ്റ്, ഭയങ്കര ശബ്ദം, ഒന്നും കാണാൻ കഴിയാത്ത തരത്തിലുള്ള പൊടിപടലം, എല്ലാറ്റിനും പുറമെ കുഞ്ഞിനെ കാണാതാകൽ. അല്പനേരം എന്തു ചെയ്യണമെന്നറിയാതെ കരയുന്ന അവർ ഒരു കാഴ്ച കണ്ടു. എന്താണ്? വീടിന് പുറത്ത് ഒരു പാറപ്പുറത്ത് വളരെ വലിയ ഒരു ശരീരം ആകാശത്ത് നിന്നും വന്നു വീഴുന്നു. അത്ഭുതത്തോടെ അവർ അത് നോക്കി നിൽക്കുമ്പോൾ അതാ ആ ശരീരത്തിന്റെ നെഞ്ചിൽ ഒരു കേടും കൂടാതെ ഒരു ക്ഷീണവുമില്ലാതെ ചിരിച്ചു കളിക്കുന്ന നമ്മുടെ ഉണ്ണിക്കണ്ണൻ. എന്തൊരത്ഭുതം ആ കാഴ്ച! തീർച്ചയായും അതൊരു അത്ഭുതം തന്നെ അല്ലേ? രോദാകുലാസ്തദനു ഗോപഗണ ബഹിഷ്ട പാഷാണ പൃഷ്ഠഭുവി ദേഹമതിസ്തവിഷ്ടം പ്രൈച്ഛന്ത ഹന്ത നിബദന്തമമുഷ്യ ഭക്ഷസ്യ ക്ഷീണമേവ ച ഭവന്തമലം അസന്തം. 43-ാം ദശകത്തിലെ 7-ാമത്തെ ശ്ലോകമാണിത്. ഗ്രാപപ്രപാദ പരിവിഷ്ടഗരിഷ്ടദേഹ ഭ്രഷ്ടാസു ദുഷ്ടധനുജോപരി ധൃഷ്ടഹാസം ആഘ്രാനമംബുജകരേണ ഭവന്തമേത്യ ഗോപാദധുർ ഗിരിവരാദിവ നീലരത്നം. ആകാശത്തു നിന്നും പാറപ്പുറത്ത് വീണ അസുരന്റെ ശരീരം ചതഞ്ഞരഞ്ഞു. ദുഷ്ടനായ ആ ദൈത്യന്റെ ജീവനറ്റ വലിയ ശരീരത്തിൽ ഗോകുലത്തിന്റെ അരുമയായ ശിശുവിനെ അവർ കണ്ടു. താമരപ്പൂ പോലെ മനോഹരവും മൃദുലവുമായ തൻ്റെ കൈകൾ കൊണ്ട് ദൈത്യന്റെ ശരീരത്തിൽ കൂസലില്ലാതെ അടിച്ചുകൊണ്ട് ചിരിച്ചുല്ലസിക്കുന്ന ഉണ്ണിക്കണ്ണനെ ഗോപന്മാർ ആ ശരീരത്തിന്റെ മുകളിൽ കയറി എടുത്തു. ഒരു പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഇന്ദ്രനീലക്കല്ലിനെ എടുക്കുന്നത് പോലെ നീലമേഘ ശ്യാമള കോമളനായ ഭഗവാൻ കണ്ണനെ ഗോപന്മാർ ആ ശരീരത്തിൽ നിന്ന് എടുത്തു. ഗ്രാപപ്രപാദ പരിവിഷ്ടഗരിഷ്ടദേഹ ഭ്രഷ്ടാസു ദുഷ്ടധനുജോപരി ദൃഷ്ടാസം ആഘ്രാനമംബുജ കരേണക ഭവന്തമേത്യ ഗോപാദധുർ ഗിരിവരാദിവ നീലരത്നം. 43-ാം ദശകത്തിലെ 8-ാമത്തെ ശ്ലോകമാണ് ഇന്ന്. ഏകൈകമാശു പരിഗൃഹ്യ നിഗാമ നന്ദനന്ദാദിഗോപ പരിരബ്ധ വിജുംബിതാംഗം ആദാതു കാമ പരിശങ്കിത ഗോപ നാരീ ഹസ്താംബുജ പ്രപതിതം പ്രണമോ ഭവന്തം. ഒരു സങ്കടം കഴിഞ്ഞ് പിന്നെ സന്തോഷമാണ് അല്ലേ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരു വലിയ പർവ്വതത്തിൽ നിന്നും ഇന്ദ്രനീല കല്ലുപോലെ ഗോപന്മാർ തൃണാവർത്തന്റെ ശരീരത്തിൽ നിന്ന് ഭഗവാനെ എടുത്തു. അതിനുശേഷം കുട്ടിയുടെ ചുറ്റും ഗോപന്മാരും ഗോപികമാരും ഓടിക്കൂടി. അവർ ഓരോരുത്തരും മാറി മാറി കുഞ്ഞിനെ എടുത്ത് കെട്ടിപ്പിടിക്കുകയും കുഞ്ഞിന്റെ ഓരോ അംഗങ്ങളിലും ചുംബിക്കുകയും ഒക്കെ ചെയ്തു. ചില ഗോപികമാർ കുഞ്ഞിനെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ശങ്കിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കണ്ണൻ വിടുവോ? കണ്ണൻ എന്ത് ചെയ്തു? അവരുടെ കൈകളിലേക്ക് ചാടി വീണു. അമ്പാടിയിലുള്ളവരുടെ ദുഃഖവും ആശങ്കയും എല്ലാം കണ്ണൻ
ഇല്ലാതാക്കി അവരെ ആനന്ദിപ്പിച്ചു. അങ്ങനെയുള്ള നിന്തിരുവടിക്ക് നമസ്കാരം. കൃഷ്ണ ഗുരുവായൂരപ്പ. ഏകൈകമാശു പരിഗൃഹ്യ നിഗാമനന്ദ നന്ദാദിഗോപ പരിരബ്ധ വിജുംബിതാംഗം ആദാതുകാമ പരിശങ്കിത ഗോപനാരീ ഹസ്താംബുജ പ്രപതിതം പ്രണുമോ ഭവന്തം. 43-ാം ദശകത്തിലെ 9-ാമത്തെ ശ്ലോകം. ഭൂയോ കിം नु ഗൃണുമ പ്രണതാർത്തിഹാരീ ഗോവിന്ദയേവ പരിപാലയതാത് സുതം ന ഇത്യാദിമാതരപിതൃപ്രമുഖൈസ്തദാനീം സംപ്രാർത്ഥിതസ്ത്വദവനായ വിഭോ ത്വമേവ. ഗോകുലത്തില് ദുഃഖമൊക്കെ മാറി സന്തോഷത്തിന്റെ തീവ്രതയും ഒട്ടൊന്നടങ്ങിയപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഗോപന്മാർക്ക് ഒക്കെ ഓർമ്മ വന്നു. എന്താണ്? വളരെ മലർന്ന് കിടക്കുന്ന സമയത്ത് പൂതനയുടെ മരണം, ശകടാസുരന്റെ മരണം, ഇപ്പോഴിതാ കൊടുങ്കാറ്റായി വന്ന ഒരു അസുരന്റെ തൃണാവൃത്തന്റെ മരണം. ഇവിടെ എല്ലാം ഭഗവാൻ രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ആരാണ് ഈ കുഞ്ഞിനെ രക്ഷിച്ചത്? പ്രണതാർത്ഥികാരിയായ ഗോവിന്ദൻ. അതെ, ഗോവിന്ദൻ മാത്രമാണ് നമുക്കിനി ശരണം. ഇനി എന്തെല്ലാം ആപത്തുകൾ വരാനിരിക്കുന്നാവോ? ഇത്തരം ആപത്തുകളിൽ നിന്നും കുഞ്ഞിനെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? കുഞ്ഞിനെ രക്ഷിക്കേണ്ട ചുമതല ഭഗവാനെ ഏൽപ്പിക്കുകയാണ് ഗോപന്മാരും യശോദയെല്ലാം തന്നെ. തങ്ങളുടെ അരുമയായ കണ്ണൻ ഭഗവാൻ തന്നെയാണെന്ന് അവരറിയുന്നുണ്ടോ? ഇല്ലല്ലോ. എന്തായാലും ഉണ്ണിയുടെ കുഞ്ഞിൻ്റെ സംരക്ഷണത്തിന് കുഞ്ഞിനെ തന്നെ, ഭഗവാനെ തന്നെയാണ് അവർ ചുമതല ഏൽപ്പിക്കുന്നത്. ഭൂയോ കിന്നു കൃണുമ പ്രണതാർത്തിഹാരി ഗോവിന്ദയേവ പരിപാലയതാത് സുതം ന ഇത്യാദിമാതരപിതൃ പ്രമുഖൈസ്തദാനീം സംപ്രാർത്ഥിത ത്വദവനായ വിഭോ ത്വമേവ. ബാധാത്മകം ധനുജമേവ മയി പ്രധൂന്വൻ ബാധോദ്ഭവാൻ മമ യദാൻ കിമുനോ ധുനോഷി കിം വാ കരോമി പുനരപ്യനിലാലയേശ നിശേഷരോഗ ശമനം മുഹുരർത്ഥയേ ത്വം. വാദരൂപം ധരിച്ചു വന്ന, അതായത് കാറ്റായി വന്ന തൃണാവർത്തനെ ഭഗവാൻ നിഗ്രഹിച്ചു. എന്റെ രോഗം വാദരോഗമാണ്. വാദകോപം കൊണ്ടുണ്ടായ ഈ രോഗത്തെ ഇല്ലാതാക്കാൻ ഭഗവാന് എന്ത് പ്രയാസമാണുള്ളത്? പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ ഈ വാദരോഗത്തെ മാറ്റാത്തത്? രോഗം മാറ്റി തന്നില്ലെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? വീണ്ടും വീണ്ടും അപേക്ഷിക്കുക തന്നെ. അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് ഭഗവാനെ, വാദരോഗം മാത്രമല്ല, എൻ്റെ സകല രോഗങ്ങളെയും, ശാരീരികവും മാനസികവുമായ എല്ലാ വിഷമങ്ങളെയും മാറ്റിത്തരണമേ കൃഷ്ണ ഗുരുവായൂരപ്പ. ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നത് വരെ നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കാം. ഭട്ടതിരി എപ്പോഴും ഒരു ദശകത്തിൻ്റെ അവസാന ശ്ലോകത്തിൽ തൻ്റെ വാദരോഗത്തെക്കുറിച്ചും അത് എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കി തരണേ എന്നുള്ളൊരു അഭ്യർത്ഥന ഭഗവാനോട് ചെയ്യാറുണ്ട്. ഇവിടെയും അത് തന്നെയാണ്. എൻ്റെ എല്ലാ രോഗങ്ങളെയും വിഷമങ്ങളെയും മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കവിയോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. വാദാത്മകം ധനുജമേവ മയി പ്രധൂന്വൻ വാദോദ്ഭവാൻ മമ ഗതാൻ കിമുനോ ധുനോഷി കിം വാ കരോമി പുനരപ്യനിലാലയേശ നിശേഷ
രോഗശമനം മുഹുരർത്ഥയേ ത്വാം. കൃഷ്ണ ഗുരുവായൂരപ്പ.